ബി.ജെ.പിയെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കള്ളവാർത്തകൾ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും കൈകാര്യം ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസമായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിക്കുന്ന ഒരുത്തനെയും വെറുതെ വിടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുമ്പോഴും സുരേന്ദ്രൻ തന്നെ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വിമത നീക്കം നടത്തിയ നേതാക്കൾക്കെതിരെ പണി വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട്ടെ കനത്ത തോൽവിക്ക് പിന്നാലെ ശോഭാ സുരേന്ദ്രനെതിരെ ഗൗരവമേറിയ ആരോപണവുമായി കെ. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ കണ്ടിരുന്നു എന്നതായിരുന്നു ആദ്യം മാധ്യമങ്ങളിൽ വന്നത്. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് ജയസാധ്യത അട്ടിമറിച്ചെന്നാണ് കെ. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറിച്ചുവെന്നും സുരേന്ദ്രൻ പക്ഷം അന്ന് ആരോപിച്ചു. എ+ മണ്ഡലത്തിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പാലക്കാട് ബി.ജെ.പിയിൽ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് പലയിടങ്ങളിൽ നിന്നായി വിമർശനം കടുത്തിരുന്നു. മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം സി. കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ലെന്നതായിരുന്നു പ്രധാന വിമർശനം. 2016-ൽ ശോഭാ സുരേന്ദ്രൻ നേടിയ 40,000 വോട്ട് ഇക്കുറി 37,000-ലേക്ക് ചുരുങ്ങി. കടുത്ത വിമർശനങ്ങളെ തുടർന്ന് ഒടുവിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് കെ. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഒടുവിൽ കേന്ദ്രത്തിന്റെ തീരുമാനമെത്തി. കേരളത്തിലെ ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ ചുമതലയിൽ തുടരട്ടെ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ആർ.എസ്.എസിൽ നിന്ന് സുരേന്ദ്രനെതിരെ അഭിപ്രായമില്ല എന്നതും അധ്യക്ഷ സ്ഥാനത്ത് തുടരാമെന്ന തീരുമാനത്തിന് പിന്നിലുണ്ട്. പാലക്കാട്ടെ തോൽവി അംഗീകരിച്ച് സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് നേതൃത്വം അംഗീകരിച്ചു. വിമതസ്വരം ഉയർത്തിയവർക്ക് ഇതോടെ മൗനം പാലിക്കേണ്ട സ്ഥിതിയായി. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നും സൂചനയുണ്ട്. തന്റെ കൂടെ നിന്നവർ ചതിച്ചുവെന്നാണ് സുരേന്ദ്രൻ റിപ്പോർട്ടിൽ പറയുന്നത്. ചില നേതാക്കളുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുമായി ചില നേതാക്കൾ ബന്ധപ്പെട്ടതായി നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട്. വിമത നീക്കം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം.